യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും പേര് ചൊല്ലി വിളിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. സമൃദ്ധിയുണ്ടാകുവാൻ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും വിടുതൽ നേടുവാൻ എന്ത് ചെയ്യണമെന്ന് ഈശോ വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ പറയുന്നു. നിനക്ക് സർവശക്തനായ ദൈവം എന്താണോ തന്നിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കുക. നീ കൊടുക്കുമ്പോൾ നിനക്ക് സമൃദ്ധിയായിട്ട് അത് തിരിച്ചു ലഭിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവം പറയാണ്, എൻ്റേതെന്ന് നീ കരുതുന്നതല്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുവാൻ മനസ്സ് കാണിച്ചാൽ, കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് നിറച്ചളന്ന് സമൃദ്ധമായിട്ട് അമർത്തി കുലുക്കി തിരിച്ചു കിട്ടും. ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം, നമ്മൾക്ക് എന്ത് ലഭിച്ചാലും അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്ന് നമ്മൾ ഓർക്കുക. ക്രിസ്ത്യാനി പണമുണ്ടാക്കുന്നത് പാപമായിട്ട് കാണേണ്ട കാര്യമില്ല. ആ പണത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പണം അവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ആ സമ്പത്ത് അവന് സമൃദ്ധമായിട്ട് വർദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പല രീതിയിലുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അറിവായിരിക്കാം, നിങ്ങളുടെ കഴിവുകളായിരിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ധനമായിരിക്കാം. എന്തായിരുന്നാലും അത് നമ്മുടേതല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ഇല്ലായ്മകൾ മാറി നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് തരട്ടെ. നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.